മിമിക്രി താരമായിട്ടും സിനിമയിൽ ഡ്യൂപ്പായും ജോലി ചെയ്തിരുന്ന ടിനി ടോമിന് ഒരു ബ്രേക്ക് നൽകിയത് രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായിട്ടുള്ള പ്രാഞ്ചിയേട്ടൻ സെയിൻറ്റ് എന്ന സിനിമയായിരുന്നു. പഞ്ചപാണ്ഡവർ എന്ന സിനിമ 1998 അരങ്ങേറ്റം നടത്തിയെങ്കിലും ശ്രദ്ധ നേടാനായിട്ടില്ല. ചിത്രത്തിലേക്ക് വിളിച്ചപ്പോൾ ഉണ്ടായ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ടിനി ടോം. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഡ്രൈവറായിട്ടാണ് തന്നെ വിളിച്ചതെന്നും അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റി കൂടുതലായി സംസാരിച്ചപ്പോൾ താൻ അഭിനയിച്ച് രക്ഷപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞുവെന്നും ടിനി പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ ഡ്രൈവർ എന്നാണ്, ബെൻസിൻ്റെ ഡ്രൈവർ. മമ്മൂക്ക അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സെക്കൻഡ് ഇട്ടിട്ടാണ് ഹമ്പ് എടുക്കേണ്ടത് എന്നൊക്കെ മമ്മൂക്ക ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ അഭിനയിച്ച് രക്ഷപ്പെടാൻ വന്നതാണ്, മമ്മൂക്കയുടെ ഡ്രൈവറായി ജീവിച്ച് രക്ഷപ്പെടാനല്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു. ആ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അമ്മയുടെ പരിപാടിയുടെ റിഹേഴ്സലിനിടയിൽ മമ്മൂട്ടി കട്ടൻ ചായ ഇട്ട് കൊടുത്തതിനെ പറ്റിയും ടിനി പറയുന്നുണ്ട്. അത്രയും പേര് അവിടെ ഉണ്ടെങ്കിലും എന്നോടാണ് ആ ചായ ഉണ്ടാക്കാൻ പറഞ്ഞത്. ഞാൻ പോയി ചായ ഉണ്ടാക്കി എൻ്റെ കൈകൊണ്ട് തന്നെ കൊടുത്തുവെന്നും, എടോ തന്നോടല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്, വേറെ ആരോടെങ്കിലും പറയാനാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാൻ തന്നെ ചായ കൊടുത്തു, അത് ഒരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നിയെന്നും ടിനി ടോം പറയുന്നു. സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റികളുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.